വയനാട് പടമലയിൽ കാട്ടാന ചവിട്ടിക്കൊന്ന അജീഷിന്റെ മൃതദേഹവുമായി മാനന്തവാടി നഗരത്തിൽ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. കോഴിക്കോട് മാനന്തവാടി റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് പ്രതിഷേധം. ജനരോഷം ആളിക്കത്തുകയാണ് പ്രദേശത്ത്. സബ് കളക്ടർ ഓഫീസിന് മുന്നിലെ നാട്ടുകാരുടെ പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു മാതൃഭൂമി ന്യൂസിലൂടെ. വലിയ രീതിയിലുള്ള പ്രതിഷേധം കാണാൻ കഴിയുന്നു ദൃശ്യങ്ങളിലൂടെ. എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ഷഹീദ്, കേൾക്കാമോ? സേതു, വയനാട് സബ് കളക്ടറുടെ ഓഫീസിന് മുമ്പിലാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം നടക്കുന്നത്. അതിനു മുമ്പ് ഓഫീസിനകത്തേക്കുള്ള ഗേറ്റ് പ്രതിഷേധമാണ് നടക്കുന്നത്. അത് പറഞ്ഞതുപോലെ സബ് കളക്ടറുമായി ചർച്ച നടത്തുകയാണ്. വയനാട് MLA മാർ, മാനന്തവാടി MLA-യും കൽപ്പറ്റ MLA-യും തമ്മിൽ ഇരുന്നുകൊണ്ട് സബ് കളക്ടറുമായി ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ ആ ചർച്ച ഇപ്പോൾ അനന്തമായി നീളുന്നു. വളരെ പെട്ടെന്ന് പരിഹരിക്കേണ്ട സാഹചര്യം. കാരണം ഇപ്പോൾ മാനന്തവാടി ടൗണിൽ വെയിലത്ത് നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോഴും അടിയന്തരമായി കാര്യത്തിൽ ഒരു തീരുമാനമോ അല്ലെങ്കിൽ അത്തരമൊരു ഇടപെടലോ ഉണ്ടാകുന്നില്ല. ചർച്ചകൾ അനന്തമായി നീണ്ടുപോകുന്നു. അതോടുകൂടി മൃതദേഹം ഇപ്പോഴും ആ പൊരി വെയിലത്ത് റോഡിൽ ഇരിക്കുകയാണ്. ഈ ചർച്ച അടച്ചിട്ട മുറിയിൽ ഇങ്ങനെ നീളുകയും ചെയ്യുന്നു അല്ലേ? തീർച്ചയായും സേതു, റോഡിൽ മൃതദേഹം കിടക്കുന്നു. ഇതിനകത്ത് അടച്ചിട്ട മുറിയിൽ ചർച്ച തുടരുന്നു. പക്ഷേ വളരെ അടിയന്തരമായി ഇടപെടേണ്ട തീരുമാനമാകേണ്ട വിഷയങ്ങളിൽ അനന്തമായി ചർച്ച നീളുന്നു. 2 മണിക്കൂറോളം നേരമായി ഇപ്പോൾ ഈ വിഷയത്തിൽ ചർച്ച തുടങ്ങിയിട്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനിച്ച് ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ട സമയത്ത് ഈ രീതിയിൽ അനന്തമായി നീളുന്നതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം രൂക്ഷമാകുന്നത്. മാനന്തവാടി സബ് കളക്ടർ ഓഫീസിന് മുമ്പിലേക്ക് ഇപ്പോൾ പ്രതിഷേധക്കാർ എത്തിയിരിക്കുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. അതിന്റെ മുൻവശത്ത് പോലീസുകാർ വാതിലടച്ചിട്ടുണ്ട്. ആ വാതിൽ തള്ളി തുറക്കാനുള്ള ഒരു ശ്രമം സമരക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ വിഷയത്തിൽ എന്ത് ചർച്ചയാണ് നിങ്ങൾ നടക്കുന്നത്? ഞങ്ങൾ പൊരിവെയിലത്ത് മൃതദേഹവുമായി ഇരിക്കുമ്പോൾ നിങ്ങൾ അടച്ചിട്ട മുറിയിൽ AC-യിൽ ഇരിക്കുകയാണെന്നുള്ള മുദ്രാവാക്യം ഇവർ കുറച്ചു നേരമായി പ്രതിഷേധക്കാർ റോഡരികിൽ തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടച്ചിട്ട മുറിയിലിരുന്ന് നിങ്ങൾ ഒന്നും തീരുമാനിക്കേണ്ട എന്നുള്ളതിൽ അത്തരത്തിലുള്ള വൈകാരികമായ മുദ്രാവാക്യങ്ങളും പ്രതിഷേധ സ്വരങ്ങളും ഒക്കെ ഇവരുടെ ഭാഗത്ത് നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സെൻസിറ്റീവാണ് കാര്യങ്ങൾ. വിഷയത്തിൽ പക്വതയോടുകൂടി, ജാഗ്രതയോടുകൂടി, വളരെ ഉയർന്ന പ്രായോഗിക ബുദ്ധിയോടുകൂടി അധികാരികൾ ഇടപെടേണ്ട ഒരു സമയമാണ്. പക്ഷെ അപ്പോഴും അനന്തമായി ചർച്ച നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇത് ഈ പ്രതിഷേധക്കാരെ വളരെ പ്രകോപിതരാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഇവിടെ നിന്നും ഇവരുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. പ്രതിഷേധക്കാരെ മാത്രമല്ല ഷഹീദ്, ഈ കാണുന്ന നമുക്ക് പോലും പ്രതിഷേധിക്കാൻ തോന്നുന്ന തരത്തിലാണ് നമ്മുടെ അധികാരികളുടെ ഓരോ പെരുമാറ്റം. ഈ കാര്യത്തിൽ നമ്മൾ വാർത്തകളിലൂടെയും അനുഭവങ്ങളിലൂടെയും കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. വർഷങ്ങളായി വയനാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലയിൽ ജനങ്ങൾ, കർഷകരും സാധാരണക്കാരും നേരിടുന്ന വലിയ ദുരിതം, അത് ദുരിതം എന്ന് പറഞ്ഞാൽ പോലെ ജീവൻ അപായപ്പെടുന്ന രീതിയിൽ തുടർച്ചയായ ആളുകൾ മരണത്തിന് കീഴടങ്ങുന്ന സാഹചര്യം, വന്യജീവി ആക്രമണത്തിൽ മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം, അപ്പോഴൊക്കെ നമ്മൾ വലിയ പ്രതിഷേധവും രോഷവും ഒക്കെ കണ്ടതാണ്. അപ്പോഴൊക്കെ ആളുകൾക്കിടയിൽ താൽക്കാലികമായ ഇടപെടലുകളും പ്രഖ്യാപനങ്ങളും നടത്തി ആ രോഷം അവിടെ അവസാനിക്കാറാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ഇന്ന് രാവിലെ നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം നമ്മൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തതുപോലെ അതിഭീകരവും ഭയാനകവുമാണ് സാഹചര്യം. വീട്ടിനകത്തേക്ക് ഒരു കാട്ടാന ഓടിക്കയറി ഒരാളെ കൊല്ലുന്നു, കൊലപ്പെടുത്തുന്നു. രക്ഷ തേടി വീട്ടുവളപ്പിലേക്ക് കയറിയിട്ട് പോലും രക്ഷയില്ലാത്തൊരു സാഹചര്യം.